എന്താണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ? അത് നമ്മൾ എല്ലാ പിന്നെ ചെയ്യാം. പ്രോക്രാസ്റ്റിനേഷൻ നമ്മൾ നീട്ടിവെക്കും, പിന്നെ ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോഴേ എന്തെങ്കിലും കാര്യത്തിനുണ്ട്, കുക്കിംഗ് പഠിക്കാൻ, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് പഠിക്കാൻ, ഏത് കാര്യത്തിനായാലും ഹൗ ടു ഡു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് അടിക്കുമ്പോൾ പലപ്പോഴും വരുന്നൊരു ഹെഡിങ് ആയിരിക്കും 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാം, 2 മിനിറ്റ് കൊണ്ട് ഫോട്ടോഗ്രാഫി പഠിക്കാം, 2 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം, 2 മിനിറ്റ് കൊണ്ട് കുക്കിംഗ് പഠിക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ 2 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ഇതൊരു ക്ലിക്ക് ബെയ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഭൂരിഭാഗം സമയം അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ടൊന്നും അവർ പറയുന്ന കാര്യങ്ങൾ പഠിക്കലുണ്ടാവില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് 2 മിനിറ്റ് കൊണ്ട് ശരിക്കും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ വെറും 2 മിനിറ്റ് എനിക്ക് പർപ്പസ്ഫുള്ളി മാറ്റിവെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ 5-6 ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. അത് നഷ്ടമില്ലാത്തൊരു കച്ചവടമാണ് അല്ലേ? ഡേവിഡ് അലൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കിഡിലൻ റൂളിനെ പറ്റിയിട്ടാണ്. ആ സംഭവമാണ് ദ 2 മിനിറ്റ് റൂൾ. ഞാൻ ഈ അടുത്തൊരു നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇട്ടിട്ടുണ്ടായിരുന്നു 2 മിനിറ്റ് റൂളിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അറിയുമെന്ന്. ഭൂരിഭാഗം ആളുകളും നമുക്ക് വലിയ ഐഡിയ ഇല്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഈ ബുക്കിൽ പറഞ്ഞ ഈ 2 മിനിറ്റ് റൂൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ, അതായത് ഈ 2 മിനിറ്റ് റൂൾ അപ്ലിക്കബിൾ ആവുന്ന ഒരു പോയിന്റാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. അതായത് ഇഫ് എ ടാസ്ക് ടേക്ക് 2 മിനിറ്റ്സ് ഓർ ലെസ്, അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരാൾ പറഞ്ഞു എടാ ഈ ഒരു മെയിൽ വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് അതിനൊന്ന് റിപ്ലൈ അയക്കാവോ? നമുക്കൊരു മെയിലിന് റിപ്ലൈ അയക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം 1-2 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഭൂരിഭാഗം സമയം നമ്മളെന്ന് പറയും എടാ ഞാൻ അയക്കട്ടാ, നോക്കട്ടെ ഞാൻ അയക്കട്ടാ, പിന്നെ അയക്കാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു 2 മിനിറ്റ് കൊണ്ട് തീരേണ്ട ആ ഒരു സിമ്പിൾ പ്രോസസ്സ് നമ്മൾ നീട്ടിവെക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ടാസ്കുകളെല്ലാം നമ്മൾ ആ ഒരു 2 മിനിറ്റിൽ തന്നെ ചെയ്ത് തീർക്കുന്ന ഇമ്മീഡിയറ്റ് ആക്ഷൻ്റെ കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ. അതൊരു പോയിന്റ് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് പ്രോക്രാസ്റ്റിനേഷൻ. അതായത് ഈ 2 മിനിറ്റ് റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ അല്ലേ? നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ മറ്റേ ജഗദീഷ് പറഞ്ഞ പോലെ നല്ല വെയിറ്റുള്ള വാക്കാണ് പ്രോക്രാസ്റ്റിനേഷൻ. ശരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളെയും ജീവിതത്തിൽ സക്സസ്ഫുൾ ആക്കാത്തത്, അല്ലെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ടും കാര്യങ്ങളും വരാത്തതിൻ്റെ 99% കാരണം ഈ പ്രോക്രാസ്റ്റിനേഷനാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പോൾ ഒരാൾ പറയുകയാണ് എടാ ഈ ഒരു കാര്യം ഇപ്പോൾ ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്ത കാര്യമായിരിക്കും ആക്ച്വലി അത് അല്ലേ? കാരണം വെച്ചാൽ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാം. പക്ഷെ നമ്മൾ വിചാരിക്കും ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർത്തിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ, മെല്ലെ ചെയ്താൽ പോരെ, പിന്നെ ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം പെൻഡിങ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു, അതിന് റിപ്ലൈ ഒരാഴ്ചക്കുള്ളിൽ കൊടുത്താൽ മതി. പക്ഷേ ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇല്ല പിന്നെ ചെയ്യാം, പ്രോക്രാസ്റ്റിനേഷൻ നമ്മൾ നീട്ടിവെക്കും, പിന്നെ ചെയ്യാം, കുഴപ്പമില്ല. നമ്മളോട് ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു വിടാം, മറ്റേ പരീക്ഷയ്ക്ക് പഠിക്കണ്ടേ? അപ്പം നമ്മൾ കൂട്ടി നോക്കും, പരീക്ഷയ്ക്ക് ഇനി 2 മാസം ഉണ്ടല്ലോ. 2 മാസം എന്ന് പറയുമ്പോൾ 60 ദിവസമുണ്ട്. എനിക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്? എനിക്ക് ആകെ 45 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ തന്നെ 15 ദിവസം എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിക്കേണ്ട, 2 ആഴ്ച കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാം. 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും ഇപ്പോൾ 45 ദിവസം ഉണ്ടല്ലോ, ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ തന്നെ ആകെ 20 ദിവസം മതി. അപ്പോൾ ഇനി 20 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പോൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സാധനം നമ്മളെല്ലാവരും പല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വിചാരിക്കും നാളെ തൊട്ട് ജിമ്മിന് പോകാം, രാവിലെ 5 മണിയാകുമ്പോൾ അലാറം അടിക്കുമ്പോൾ നമ്മൾ ഇന്ന് പോകണോ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അടുത്ത തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ആവട്ടെ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തിയിട്ട് അതിനെ നീട്ടി വയ്ക്കുന്ന ആ പ്രോസസ്സിനാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ 2 മിനിറ്റ് റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും ഈ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം അതിനെ ഈ മറ്റേ വിജയുടെ സിനിമയിലൊക്കെ ഉണ്ടല്ലേ, വിജയ് ഇങ്ങനെ ഒരു മേശറടിയിൽ പോയിട്ട് ഇങ്ങനെ മാപ്പൊക്കെ നോക്കുന്നത് പോലെ നമുക്കൊരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ നമ്മളതിങ്ങനെ സ്കാൻ ചെയ്യും. അതായത് ഈ ടാസ്ക് എത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. 2 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ അത് ആ ടാസ്കിനെ ഏറ്റെടുക്കുന്നു. അല്ല കുറച്ച് വലിയ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ടൈമും കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ ആ ഒരു ടൈമിലേക്ക് അതിനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നു. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് തീരുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ അതിനെടുക്കുന്നു, ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നു. പ്രിവെൻസ് പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്താണ് ഇംപ്രൂവ് എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ക്വിക്ക് വിൻസ് ബൂസ്റ്റ് യുവർ മൊമെൻറ്റം ആൻഡ് പ്രൊഡക്ടിവിറ്റി ത്രൂ ഔട്ട് ദ ഡേ. അതായത് ക്വിക്ക് വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മൾ
ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റീല് കാണുന്നു അല്ലെങ്കിൽ ഒരു ഷോർട്സ് കാണുന്നു, നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡിൻ്റെ ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സന്തോഷമായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾക്ക് എന്തോ ഒരു ആത്മസംതൃപ്തി നമുക്ക് കിട്ടിയ പോലെ തോന്നും. അതിനാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ സാധനം കിട്ടുന്നത് കൊണ്ടാണ്, മീൻസ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പല കെമിക്കൽ ചേഞ്ചസും നടന്നിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ എന്തോ അച്ചീവ് ചെയ്തു, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്തോ അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സംഭവം സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകളോളം ഇരിക്കുന്നത്. അപ്പോൾ 4 റീല് കാണുന്ന സമയമാണ് നമ്മളൊരു ദിവസത്തിൽ 2 മിനിറ്റ് റൂളിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 4 റീലിന് പകരം നമ്മൾ ഈ 2 മിനിറ്റ് കൊണ്ട് നമ്മളൊരു ടാസ്ക് ചെയ്യുന്നതായിരിക്കും. ഒരു ഇമെയിൽ അയച്ചു, അല്ലെങ്കിൽ അവർക്കൊരു കൊട്ടേഷൻ അയക്കണം, അത് അയച്ചു നമ്മൾ. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു സംഭവം, ഞാനത് ചെയ്ത് തീർത്തു കേട്ടോ, ഒരു ടാസ്ക്കൊക്കെ കഴിച്ചു. സംഭവം ഒരു ചെറിയ ടാസ്ക് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും അത് കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്, ഗ്രാറ്റിഫിക്കേഷൻ അല്ലേ. ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ടാസ്കുകൾ കൂടുതൽ ചെയ്യാനുള്ളൊരു ത്വര വരും കേട്ടോ. എന്താ ത്വര? അടുത്ത തന്നെ ക്ലിയറർ മൈൻഡ്. എന്താ സംഭവം ക്ലിയറർ മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റിംഗ് സ്മോൾ ടാസ്ക് ക്വിക്ക്ലി റെഡ്യൂസസ് മെൻ്റൽ ക്ലട്ടർ, അലോവിങ് യു ടു ഫോക്കസ് ഓൺ മോർ സിഗ്നിഫിക്കൻറ്റ് പ്രോജക്റ്റ്. അതായത് മെൻ്റൽ ക്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ ഉള്ളതുകൊണ്ട് ഇന്നലെ വന്നൊരു മെയിലിൻ്റെ റിപ്ലൈ അയക്കാൻ നമ്മൾ ഇന്നത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. മിനിഞ്ഞാന്ന് വന്നൊരു പ്രൊജക്റ്റിൻ്റെ സബ്മിഷൻ കൊടുക്കാനുള്ള സാധനം നമ്മൾ ഇന്നത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. വേറൊരു കാര്യം ഒരാൾ പറഞ്ഞത് ചെയ്യാനുള്ള കാര്യം നമ്മൾ വീണ്ടും മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റിയിട്ട് ഇന്നത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് 2 മിനിറ്റിൻ്റെ ഒരു 10-25 ടാസ്ക് ഉണ്ട്. അപ്പോൾ ഏകദേശം 2-3 മണിക്കൂർ നമ്മൾ കുത്തിരുന്ന് പണിയെടുക്കാനുള്ള അത്ര പണി നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ പെൻഡിങ് ഉണ്ട്. നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ മൈൻഡിൽ ഇതൊക്കെ ഇങ്ങനെ ലോഡായി കിടക്കുന്നുണ്ട്. അതായത് ഇത്രയും ടാസ്ക് ചെയ്യാനുണ്ടാ. അപ്പോൾ ഇത് മനസ്സിന് മെൻ്റലി ഭയങ്കര പ്രഷർ നൽകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയും എന്തോരം പണി ചെയ്യാനുള്ള, എന്തോരം ചെയ്താലും തീരുന്നില്ല. മറ്റേ പഞ്ചാബി ഹൗസിലെ പിന്നെ ഹരിശ്രീ അശോകന്റെ അവസ്ഥയാണ്. പണി നീ ചെയ്യണം, അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും. അത്രയ്ക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിയുള്ളൂ. ചെയ്താലും പണി തീരാത്ത അവസ്ഥയിൽ നമ്മൾ നിൽക്കും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട പല ടാസ്കുകളും ഇങ്ങനെ നീട്ടി വെച്ചാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ നമ്മൾ ഈ സ്പോട്ടിൽ ഇത് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ടാസ്ക് ഉണ്ടെങ്കിൽ അതിൽ 10 ടാസ്ക് വലുതുകളും 90 ടാസ്കുകൾ ചെറുതുകളായിരിക്കും. അപ്പോൾ ഈ ചെറിയ ടാസ്കുകൾ മുഴുവൻ നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിലാകെ 10 വലിയ ടാസ്കുകൾ മാത്രമേ പെൻഡിങ് ഉണ്ടായിരിക്കുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഒരു വലിയ ടാസ്ക് ഇരിക്കുകയും ബാക്കി 99 ടാസ്ക് നമ്മൾ പെൻഡിങ് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഈ 100 ടാസ്ക് കംപ്ലീറ്റ് ആവാത്ത പോലെ ഇരിക്കുകയും നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി കിട്ടില്ല, വർക്ക് ലോഡ്, പ്രഷർ, ഭയങ്കര കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും സെറ്റാവാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, ക്ലീൻ ആയിട്ടുള്ളൊരു മനസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 മിനിറ്റ് റൂള് നമുക്കൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കട്ടോ. അടുത്ത പോയിന്റ് നോക്കാം, വർക്ക്സ് ഇൻ മൾട്ടിപ്പിൾ കോൺടെസ്റ്റ്. എന്താ സംഭവം? അതായത് ഈ ഒരു 2 മിനിറ്റ് റൂൾ നമുക്ക് ഒരുപാട് മേഖലകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇമെയിൽ അയക്കുന്നതിനകത്ത് ചെറിയ ടാസ്കുകൾ, ക്വിക്കായിട്ട് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കേണ്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫീസ് ടേബിളിൻ്റെ മുമ്പിലേക്ക് പോവാണ്. നിങ്ങൾ നോക്കുമ്പോൾ അവിടെ പേന, പെൻസിൽ, ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വരിട്ടിരിക്കുന്നുണ്ട്. 2 മിനിറ്റ് നിങ്ങൾക്ക് ഡെയിലി സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേബിൾ കിടിലനായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും അല്ലേ. ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെയുള്ള കറക്റ്റ് പിക്ചർ നമ്മുടെ മൈൻഡിൽ പോവുകയും ആക്ടിവിറ്റി കൂടാനായിട്ട് ഈ ഒരു സാധനം നമുക്ക് സഹായിക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട്, ചേട്ടാ 2 മിനിറ്റ് കൊണ്ട് കുറേ ടാസ്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു, നമുക്കിത് എങ്ങനെ ചെയ്യാം അല്ലേ? നമ്മൾ പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യത്തെ പോയിന്റ് ഇവാലുവേറ്റ് എന്നാണ് പറയുക. എന്താണ് ഇവാലുവേറ്റ്? ബിഫോർ ഡൈവിങ് ഇൻ ടു എ ടാസ്ക്, ക്വിക്ക്ലി അക്സസ് ഇഫ് ഇറ്റ് ക്യാൻ ബി ഡൺ വിത്തിൻ 2 മിനിറ്റ്സ്. ഇവാലുവേറ്റ്. നമുക്കൊരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ 2 മിനിറ്റ് റൂളിൻ്റെ അണ്ടറിൽ വരുന്ന ടാസ്ക് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യമേ പരിശോധിക്കണം. നമ്മളൊരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കില്ല, നമുക്ക് പെട്ടെന്നൊരു ടാസ്ക് വരുമ്പോൾ ആ ടാസ്കിന് 2 മണിക്കൂർ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ 2 മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ ടാസ്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും കഴിയില്ല, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കും കഴിയില്ല. അതിന് പകരം 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിനെ അത് ബാധിക്കുകയില്ല, 2 മിനിറ്റ് കൊണ്ട് എനിക്ക് ആ ഒരു സംഭവം കംപ്ലീറ്റ് ആക്കാനും സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 2 മിനിറ്റ് ടാസ്കിൻ്റെ ഉള്ളിലേക്ക്, 2 മിനിറ്റ് റൂളിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സംഭവത്തിനെടുത്ത് ഇടാനായിട്ട് പാടുള്ളൂ കേട്ടോ. അടുത്തൊരു സംഭവമാണ് ഈ സാധനം നമുക്ക് എങ്ങനെ, നമ്മൾ നേരത്തെ കുറേ സാധനങ്ങൾ പഠിക്കാമെന്ന് പറഞ്ഞില്ലേ,
സ്പോക്കൺ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രോയിങ് ആയിക്കോട്ടെ, എന്ത് സംഭവമായാലും നമ്മൾ പഠിക്കാനായിട്ട് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു മാക്സിമം ഒരു 15-20 മിനിറ്റൊക്കെ മാത്രമേ നമുക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഈ 45 മിനിറ്റുള്ള പീരീഡിലൊക്കെ കുട്ടികൾ പകുതി ആകുമ്പോഴത്തേക്കും കുട്ടികൾ വേറെ സ്ഥലത്തേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ ടീച്ചർമാർ എവിടെ സ്വപ്നം കണ്ടിട്ട് ഇരിക്കാടോ എന്ന് ചോദിച്ചിട്ട് ചീത്ത പറയുന്നത്. കാരണം ഒരു 20-25 മിനിറ്റിൽ കൂടുതലൊന്നും നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മളൊരു അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഈ 25 മിനിറ്റ് പോലും ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നും. നമ്മളൊരു പുതിയ കാര്യം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചാനലിൽ അധികം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളാണോ പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ ചില ദിവസങ്ങളിൽ നമ്മൾ കുറേ കുത്തിരുന്ന് ട്രെയിൻ ചെയ്യും, നമ്മൾ കുറേ പഠിക്കും, കുറേ വായിക്കും, കുറേ സംഭവങ്ങളൊക്കെ ചെയ്യും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു റിസൾട്ട് എപ്പോൾ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജിമ്മിൽ പോയിട്ട് എന്ന് നിങ്ങൾക്ക് 6 പാക്ക് വരുമെന്ന് ചോദിച്ച പോലെയാണ്. നമുക്ക് എന്നാ വരികയെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എല്ലാ ദിവസവും ജിമ്മിന് പോയി കഴിഞ്ഞാൽ ഒരു 6 മാസം ടു 1 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു ബോഡിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഭയങ്കര മെൻ്റലി ഫിറ്റ് ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും, നിങ്ങളുടെ ബോഡി നല്ല ഷേപ്പായിട്ടായിരിക്കും. പക്ഷേ ഇതെന്ന് വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതെന്ന് വരുന്നത് നിങ്ങൾക്കറിയില്ല. അത് നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി പോലെ ഇരിക്കും, നിങ്ങൾ പോകുന്ന ടൈമിനനുസരിച്ചിരിക്കും, നിങ്ങൾ ഇടുന്ന എഫേർട്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ റിസൾട്ട് എന്ന് വരുന്ന അറിയാത്തത് കൊണ്ട് മിക്ക ആളുകൾക്ക് എന്ത് സംഭവിക്കും, ഇവരെല്ലാവരും ഒരു 1-2 മാസത്തൊക്കെ ട്രൈ ചെയ്തിട്ട് 2 മാസത്തിന് ശേഷം ഇവരെന്നെ ഒന്ന് വിലയിരുത്തും ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ളത്. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും കാര്യമായൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാണ്ടാവുമ്പോൾ ഇവർ നിർത്തും. അപ്പോൾ ഇതിന് പകരം പറ്റിയൊരു പരിപാടിയാണ് 2 മിനിറ്റിലേക്കുള്ള ഡിവൈഡ് ചെയ്യുക. അതായത് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 2 ഇംഗ്ലീഷ് വാക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 2 ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് മാത്രം പഠിക്കുക. ഈ മലയാളം നമ്മൾ സംസാരിച്ച് പഠിച്ചത്, നമ്മൾ മലയാളത്തിലുള്ള പല സെൻറ്റൻസുകളും കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ട് അതേപോലെ പറയുന്നത് കൊണ്ടാണ് അല്ലേ. പല വിദേശികളായിട്ടുള്ള ആളുകളും മലയാളത്തിൽ വന്നിട്ട് ചേട്ടാ നമസ്കാരം സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. ചേട്ടാ നമസ്കാരം സുഖമാണോ എന്ന് അദ്ദേഹം പറയുമ്പോൾ ചേട്ടൻ കഴിഞ്ഞ് എന്തുകൊണ്ട് നമസ്കാരം വെച്ചു, എന്തുകൊണ്ട് സുഖമാണോ എന്ന് ചോദിച്ചു, ഈ സുഖമാണോ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല, അങ്ങനെയുള്ള ഗ്രാമറും റൂൾസും റെഗുലേഷനും ഒന്നും അവർ പഠിച്ചിട്ടല്ലല്ലോ ഈ ഒരു സെൻറ്റൻസ് കാണാപ്പാഠം പഠിച്ച് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തുടക്കക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ഒരു ദിവസം 2 ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ്, നിങ്ങൾക്ക് അതിനെ മലയാളത്തിലുള്ള അർത്ഥം അറിയുന്നുണ്ടെങ്കിൽ 2 ഇംഗ്ലീഷ് സെൻറ്റൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 365 ദിവസത്തിൽ 65 ദിവസം നിങ്ങൾ വിട്ടു 300 ദിവസം എടുത്താലും ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ 600 ഇംഗ്ലീഷിലുള്ള സെൻറ്റൻസുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റിൻ്റെ അർത്ഥം അറിയാം, ഇംഗ്ലീഷിൽ എന്താ പറയേണ്ടതെന്ന് അറിയാം. ഒരു വർഷം കഴിഞ്ഞ് 600 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബറാക്ക് ഒബാമയോടോ ബിൽ ക്ലിൻ്റനോടോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനോടോ പോലും നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും, സംസാരിക്കാനുള്ള ടോപ്പിക്ക് നിങ്ങളിൽ ഉണ്ടാവും. കാരണം 600 സെൻറ്റൻസ് ഒക്കെ ധാരാളം മതി. നിങ്ങൾ മലയാളത്തിൽ ഒരു 600 സെൻറ്റൻസ് എഴുതി വയ്ക്കുക, അത് മോർ ദാൻ ഇനഫാണ് നിങ്ങൾക്ക് ഒരാളോട് മലയാളത്തിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ. കറക്റ്റ് അല്ലേ? അപ്പം അത്രയേ ഉള്ളൂ. ഒരു ദിവസം 2 മിനിറ്റ് വെച്ച് ചിലവാക്കാന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ പുട്ട് പോലെ സംസാരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അറ്റ്ലീസ്റ്റ് അറിവും കാര്യങ്ങളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടാവും. ഇനി ഇത് ഏത് മേഖലയിൽ അപ്ലിക്കബിൾ ആവും, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണോ, ഡ്രോയിങ് പഠിക്കണോ, എന്ത് മേഖലയിലാണെങ്കിലും. ഇപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കണമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഒരു 10 ഫോട്ടോ എടുക്കാം അല്ലേ. 10 ഫോട്ടോ 10 സെറ്റിങ്സിൽ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് സെറ്റിങ്ങിൽ, ഏത് ടൈമിൽ, ഏത് ആംഗിളിൽ, ഏത് അപ്പർച്ചറും ഷട്ടർ സ്പീഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്ര നല്ല ഫോട്ടോ കിട്ടുന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവും. അപ്പം അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. 2 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാട്ടാ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ റിസൾട്ട് എപ്പോൾ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മാരത്തോൺ ഓടുന്ന പോലെയാണ്. നമ്മൾ ഒരാഴ്ച ചെയ്തു, 2 ആഴ്ച ചെയ്തു, 3 ആഴ്ച ചെയ്തു, 3 മാസം ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും ചേട്ടാ എനിക്ക് റിസൾട്ടൊന്നും കാണാനില്ലോ എന്ന് പറയരുത്. ഇതിന് റിസൾട്ട് വരും. നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ തന്നെയാണ്, റിസൾട്ട് വരും. എന്ന് വരുന്നറിയില്ല, എപ്പോൾ വരുന്നറിയില്ല, പക്ഷെ വരും. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ വരും. ഇത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിൽ കയറിയാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡെസ്പാവും, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിർത്തും. അത് നിർത്തുന്നതുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും ചേട്ടാ പുതിയ ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ, പുതിയ മെത്തേഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് പല കമൻറ്റുകളും വരുന്നത്. പഴയ മെത്തേഡ് അവർ കുറച്ച് നാൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിർത്തി. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരൊറ്റ മെത്തേഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് വന്നിരുന്നെങ്കിൽ ഇന്നവർ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും, മാറ്റം വരുത്താന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. നിങ്ങൾക്ക് ഈ 2 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾ 2 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. ചേട്ടാ ഞാൻ നാളെ മുതൽ 2 മിനിറ്റ് ഇന്നൊരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. എന്ത് വേണമെങ്കിൽ ആവട്ടെ, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. 2 മിനിറ്റ് പുഷപ്പ് ചെയ്യാം, 2 മിനിറ്റ് നടക്കാൻ പോവാം, 2 മിനിറ്റ് ഓടാൻ പോവാം, 2 മിനിറ്റ് പാട്ട് പഠിക്കാം,
2 മിനിറ്റ് നീന്താൻ പോവാം, 2 മിനിറ്റ് നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷെ ആ 2 മിനിറ്റോട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. നിങ്ങൾ ബാക്കി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അതേപോലെ തന്നെ പോവുകയും ചെയ്യും. പക്ഷേ 6 മാസം മുതൽ 1 കൊല്ലം കഴിയുമ്പോൾ ഈ 2 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്തതിന് നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ടും കാര്യങ്ങളും റിട്ടേൺ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ ബൈ.